നിക്കാഹും തക്കാരവും കഴിഞ്ഞ് പെണ്ണ് ചെക്കൻ്റെ കൂടെ പോകില്ല എന്ന് പറഞ്ഞാൽ 4 ആള് കേട്ടാൽ അതിലൊരു ന്യായമില്ല മാഷേ. ഇവരുടെ മോക്കുമല്ല മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്ക്. ചെക്കന് മാനസിക ഉണ്ടെന്നാ ബോള് പറയുന്നു. ഓള് പഠിച്ചത് MA സൈക്കോളജിയാ. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തേപ്പും. പോയില്ലേ? എന്താണ് നിക്കാഹ് വഖഫ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലേ? ഇനി ഡൈവോഴ്സ് വേണമെങ്കിൽ പോലും ഈ യൂസഫ് തീരുമാനിക്കണം. ഞാൻ കോപ്പ് തീരുമാനിക്കും. എന്തിനു? ഇന്ന് വന്ന കേറ്ററിംഗിന്റെ പൈസ സെറ്റിൽ ചെയ്യാന്ന് മാഷ് പറഞ്ഞിന്. എന്തെന്ന്? കേറ്ററിംഗിന്റെ പൈസക്ക് വന്നു. 10ന്റെ പൈസ കൊടുക്കരുത്. കംപ്ലീറ്റ് ഉടായിപ്പാ. എന്തുടാ ഇപ്പൊ? ഒന്നുമില്ല, ഈ പോയിട്ട് വൈകുന്നേരം വാ. പൈസ എനിക്ക് വൈകുന്നേരം മതി. മൂപ്പരെന്തിനാ നീ നൊടിഞ്ഞ വർത്താനം പറയുന്നത്? പൊന്നാര മോനെ, ഇവിടെ കെട്ടന്നെ ഇടപാണ്ട് വക്കത്തിക്ക. ആദ്യം അതിനൊരു തീരുമാനമാക്കട്ടെ ഞങ്ങൾ. അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനൊന്നുമില്ല. ഓളന്റെ കൂടെ വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് ഫുഡിനകത്ത് മണ്ണെണ്ണ ചേർത്ത പന്നികൾക്ക് 10ന്റെ പൈസ കൊടുക്കരുത്. നീ തരണ്ട, വാങ്ങിക്കാനൊക്കെ അറിയാം. കാണണ എന്റെ വാപ്പാട് ദീനിയായിട്ടുള്ള ഒരാളും നിങ്ങളുടെ ഭാഗത്ത് നിൽക്കൂല. ഇവിടെ നിൽക്കാൻ പറ്റൂല. അതാണ് ന്യായം. അതുകൊണ്ട് മാഷ് എന്നെ മോളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിപ്പോൾ ഞാനെന്ത്? ഒരു മിനിറ്റ്. ഹലോ. ഓ മോളുടെ ഏതോ ഫ്രണ്ടാ റിസപ്ഷന് വരാൻ പറ്റില്ല എന്ന്. അതിപ്പം ഞാൻ എന്ത് പറയാനാ ഉസ്താദേ? ഹലോ, ഞാൻ ഷാനു വന്ന് കൈരളി ഈവൻസ്. ഇപ്പൊ വന്നില്ലേ? ഇതെന്താ എന്നെ വിളിക്കുന്നേ? പൈസ കിട്ടിയിട്ടില്ല അല്ലേ? ലേശം എന്തെങ്കിലും ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കണേ. എന്റെ ഉപ്പാന്റെ പൈസ മുഴുവൻ പോയി കിടക്കാം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു പ്രാന്താന്ന്. നല്ല അടീന്റെ കുറവുണ്ട്. വിട്ടുകൊടുക്കറേ. എന്ത് പ്രശ്നം ഉണ്ടല്ലോ ഞാളെ വിളിച്ചാൽ മതി. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എന്റെ ഉമ്മ അപ്പൊ നിങ്ങൾ വലിയ സംഭവം. തമാശാക്കണ്ട, നമ്മള് വെറും കാറ്ററിംഗുകാരല്ല, പാർട്ടിക്കാരാന്ന്. ഞാൻ LC മെമ്പറാ. LC മെമ്പർ എന്ന് പറഞ്ഞാ? നിങ്ങൾ തമാശാക്കുന്നാന്ന്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന. ഹലോ, ഇങ്ങ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടപ്പാ, പറയ്. ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. ഈ തിരക്കില? തിരക്ക് ഇല്ലപ്പാ, വലിയ തിരക്കൊന്നുമില്ല. ഒരു വർക്കിന് പോകുന്ന. ഇന്ന് കാറ്ററിംഗ് ഉണ്ടാ? ഇല്ല, ഒരു ഇവന്റിന്റെ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്ന. എന്നാ നീ വെച്ചോ. ഒരു നല്ല കാര്യത്തിന് പോകുന്നല്ലേ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ മോനെ. ഇതും നീ തോറ്റു. ഇനി കളിക്കണം. എനിക്കും ഉണ്ടാവില്ലേ നാണോമാനൊക്കെ. തോട്ടാൻ വളപ്പിൽ അജിക്ക് നാണോ? ഇനി കളിക്കണോ? 8 പ്രാവശ്യം പൊട്ടിയാ പിന്നെ ഒന്നും നോക്കണ്ടെന്നാ. ഇനിയാണ് പോരാട്ടം തുടങ്ങുന്നേ ഉള്ളൂ മോനെ. ഈ കളിക്ക് ഓനോട് പൊട്ടിക്കണമെന്നോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ ഒരെണ്ണം കൊടുത്തിന്. ഇനി ബെല്ലാണ്ട് ചൊറയാക്കിയ കാനത്തേക്ക് കൊടുക്കേണ്ടി വരും. കൊടുക്കാന്ന് പറ. താനുണ്ടാക്കി നീ പോയാണോ സദാ? സാറുടെ നനഞ്ഞോ? ഇല്ലടാ. നിങ്ങളിരുന്ന് ബോറടിച്ചാ? ഏയ്, ഞങ്ങളിവിടെ കളിയിലല്ലേ. കളിച്ചിട്ട് ആരാ തോറ്റ്? ഇവൻ തന്നെ. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇവന്റെ ജീവിതം ഇനി ബാക്കിയാണല്ലോ സാരട്ടാ. റെഡ് കൃത്യമായിട്ടിടും, ഫോളോവർ ഇടൂല. അതെന്താ ഈ ഫോളോവറുടെ അത്ര പാട് എനിക്ക്? എന്തിനാ അജയേ, ഇവിടെ ശ്രദ്ധിക്ക്. നമുക്കൊരു എയിം നോക്കണം. ഇത് ഞാൻ ചാടിക്കും എന്നൊരുറപ്പ്. എന്നാലേ അത് വരലുമ്പോൾ വരും. നോക്ക്. റെഡ് വീണേ. ഇനി
ഇനി ഫോളോവർ അല്ലേ വേണ്ട നോയിക്കും. ഫോളോവർ ഇനി ഫോളോവർ വേണം. ഫോളോവർ ഒന്നാക്കണ്ട, ഇനി ഫോളോവേഴ്സിന് വേണം എനിക്ക്. ഇനി വേണ്ട ഫോളോവേഴ്സ്. എന്നോട് ഞാൻ പറയാറില്ലേ കുറച്ചെങ്കിലും എയിം വേണം. എന്നാ നീ വാ. ഈ സെറ്റാ എന്നോട് കളിച്ചാൽ നിങ്ങൾ ഗുണം തന്നറിയും. ഒരു കരുത്തിനെ കളിച്ച് തോൽപ്പിച്ചു നിങ്ങൾക്ക് അഭിമാനിക്കും. ഓ കരുത്തിനെ സ്ട്രൈക്കറും കാട്ടിയാ എടാ കണ്ണെത്തുന്നിടത്ത് കൈയും കൈയെത്തുന്നിടത്ത് സ്ട്രൈക്കറും. അതാണ് ടെക്നിക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫോളോവേഴ്സ്. ഇനി വേണം ഫോളോവേഴ്സിനെ. കൊടി പിടിച്ചു തുടങ്ങി അല്ലേ? ഈ വരുന്ന ജൂൺ 19 നാഗേന്ദ്രന്റെ രക്തസാക്ഷി ദിനം. അന്ന് എനിക്ക് പകരം ഓൻ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ രക്തസാക്ഷി ദിനം. ഇതുപോലെ മഴയുള്ളൊരു ദിവസമാണ് നമ്മൾ നാഗേന്ദ്രൻ്റെ ബോഡിയും കൊണ്ടുവരുന്നത്. കുന്നും പുറത്തുള്ള അവൻ്റെ പുരയിലേക്കുള്ള വെട്ടുവഴിയിലെ ചളിക്കുഴിയിൽ ആംബുലൻസിൻ്റെ ടയർ താങ്ങുപോയി. എന്തൊക്കെ കളിച്ചിട്ടും വണ്ടി കയറിയില്ല. പിന്നെ 1.5 കിലോമീറ്റർ ചുമന്നില്ലേ അമ്മ ഓൻ്റെ ബോഡി എന്ന് പറയാൻ കഴിയില്ല. ഒരു കൊത്തിപ്പൊളിച്ചത് ഡോക്ടർമാർ തുന്നിക്കുട്ടി തന്ന 85 കിലോ ഇറച്ചീൻ്റെ എല്ലിൻ്റെ ഒരു കിറ്റ്. അതാണ് അമ്മ ചുമന്നത്. എന്താ സുഖം? ആ കനകനെ തീർക്കണ്ടേ? ഒരു കോടതിയിൽ ഹാജരാക്കിയ കള്ളപ്രതികൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി. യഥാർത്ഥ പ്രതിയായ കനകനെ നമുക്കൊന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല. ആ കേസ് അടുത്ത കാലത്തൊന്നും വിധിയാവാനോ വിചാരണയ്ക്ക് എടുക്കാനോ പോകുന്നുമില്ല. നമ്മുടെ ഒരുത്തം പോയി, അത് തന്നെ. അതിനുശേഷം പന്നി ഫുള്ള് വാനിഷിങ് സാധാട്ടാ. നാട്ടിൽ കാലൂത്തിയ നമുക്ക് വിവരം തരാൻ ആളുണ്ട്. അതെ, എന്നിട്ട് കിട്ടിയ വിവരം തരാൻ ആളുണ്ട്. ഓൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടടാ മോഹിതകളെ. ഓനിപ്പോ എവിടെയുള്ള സദാട്ടം പറഞ്ഞാൽ മതി എന്താക്കണ്ട്. ഓനെവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറഞ്ഞൂടാ. അറിഞ്ഞിട്ടെന്താ കാര്യം? ഓറ പാർട്ടി ഗ്രാമത്തിനുള്ളിലായിരിക്കൂലേ. പക്ഷെ വേണമെന്ന് വെച്ചാ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഓൻ ഒറ്റയ്ക്ക് കിട്ടും. ഒരു ഊഹല്ല, ഉറപ്പാ. ഇപ്പം 3-4 ദിവസമായിട്ട് നല്ല മഴയിലുണ്ട്. മഴ പെയ്താൽ ഓൻ്റെ അടുത്ത് മാങ്ങോട്ട് പാടത്ത് ഏറ്റുമീൻ കയറും. അച്ഛൻ ചത്ത് കിടക്കുകയാണെങ്കിലും ഏറ്റുമീൻ കയറിയാൽ ഒറ്റാല് വെക്കാൻ ഓണം ഇറങ്ങാണ്ടിരിക്കില്ല. ഒന്ന് നോക്കറോ? ഞാൻ ഓക്കെ. നിങ്ങൾ റെഡിയാണോ? പണി നമുക്ക് കൊടുക്കാപ്പാ. പക്ഷെ സായിട്ട് ഞാൻ ഒരു കാര്യം പറ്റേ, ഒന്ന് തോന്നറേ, ഓന് തീർക്കണം. കയ്യോ കാലോ കുത്തി വീട്ടിൽ കിടത്തിയാ പോരെ. മതിയാ. മതിയെന്നാന്ന് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാല് അങ്ങനെ കയ്യും കാലും മതിയപ്പോ. നമ്മൾ പേടിച്ചൊതുങ്ങിയെന്നവർക്ക് തോന്നരുത്. എനിക്കത്രയേ ഉള്ളൂ.
അച്ഛാ ഫോൺ ഫിലിം ഇങ്ങോട്ട് വാ അച്ഛാ ഫോൺ ചെയ്തോട്ടെ എനിക്ക് ഉറക്കം വരുന്നുണ്ടോ ഓന്റെ കാര്യത്തിൽ എന്താ ആക്കുന്ന സദാനത്ത അങ്ങനെ ഇപ്പൊ കൊത്തി തീർക്കാനാണെങ്കിൽ നമ്മള് കൊറേ വയ്യെന്ന് തുടങ്ങണ്ടേ കേപ്പിയേ തുടങ്ങണ്ടെങ്കിൽ ആടെ തന്നെ തുടങ്ങണം. ആ ചെക്കന്മാര് കൊട്ടേഷൻ പണിക്കാരല്ല. ഇത് കൊട്ടേഷനാ? ഇത് നമ്മുടെ ചെറുത്തിൽപ്പല്ലേ? ഇതൊന്നും എനിക്ക് തിരിയാത്ത കാര്യങ്ങളല്ല. നിങ്ങൾ വെച്ചോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ സതേട്ടാ പറയ്. നീ ഇങ്ങോട്ട് വാ. എന്താ സതേട്ടാ? നീ ഇങ്ങോട്ട് വാ. ശരി. നാഗേന്ദ്രന്റെ കുഞ്ഞികളെ കരച്ചില് ഒന്നും മനസ്സൊന്നും മാഞ്ഞിട്ടില്ല. ഓന്റെ പെണ്ണിന്റെ കുടുംബത്തിലുള്ള ഒരു കത്തീമ തീരുന്നതിന്റെ ദണ്ണം ഓർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. പക്ഷെ എനക്കത് മനസ്സിലാവും. ഈ അനുഭവിച്ചോന. എന്താ വേണ്ടെന്ന് സതേട്ടൻ പറഞ്ഞാൽ മാത്രം മതി. അത് പിന്നെ ഷാനോ, കൈയും കാലും എടുക്കുന്നതിൽ എളുപ്പമല്ലടാ തീർക്കുന്നത്. ശരിയല്ലേ? എന്നാ തീർത്തോളാം. അമ്മ അങ്ങ് പോണം. ആ കേക്ക് അറ്റത്താവും ഒറ്റാൽ വെച്ചിട്ടുള്ളത്. കിട്ടിയ വിവരം കറക്റ്റാണോ? അതൊക്കെ കറക്റ്റാ. നമ്മുടെ വാനമ്പാടി ഷിബു ഒറ്റില് വഞ്ചന കാട്ടൂല. എന്തെന്നാ സീനറിയില്ലേ? നമ്മൾ ടൂർ പോകുന്നതല്ല, ഒരു തന്നെ തല്ലാൻ പോകുന്ന. തല്ലാനല്ലേ, കൊല്ലാനൊന്നല്ലല്ലോ. ചേലക്കാട്ടെ വാട. ആ പന്നി അവിടെ ഉണ്ടായാൽ മതി.